ആരടി? എൻ്റെ പേര് സുഭാഷ് എന്നാണ്. കടയുടെ പേര് ഫ്രണ്ട്സ് അലുമിനിയം ഫാബ്രിക്കേഷൻ, ചെർപ്പശ്ശേരി ചളവർ ഭാഗത്താണ്. നമ്മുടെ ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത്, ചളവർ ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത്. സാറ് ഈ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എങ്ങനെയാണ് ഈ മേഖലയ്ക്ക് എത്തിപ്പെട്ടത്? അത് ഈ വർക്കിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയല്ലേ. എത്ര വർഷം മുന്നാണ് ഈ മേഖല ഇൻഡസ്ട്രിയിലേക്ക് വന്നത്? ഒരു 10-18 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. 10 വർഷത്തിന് പുറത്തായിട്ട് ഇവിടെ ഷോപ്പായിട്ട് തന്നെ ഉണ്ട്. ഈ 10 വർഷം മുന്നേ ഈ സാറിന്റെ ഈ മേഖലയില് ശേഷം ഇപ്പൊ 2026 നിൽക്കുമ്പോ ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിലേക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ശരിക്കും? പിന്നെ ഒരുപാട് മാറ്റം വന്നു. പഴയ രീതിയിലുള്ള വർക്കുകളിൽ ഒരുപാട് ചേഞ്ച് വന്നു. ഇപ്പോ പഴയ മോഡൽ വർക്കല്ല, പുതിയ മോഡലായി. ഇപ്പോ അത്ര തന്നെ നല്ല ഭംഗിയിലും കാര്യത്തിലായി. ഇപ്പോ പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഫുൾ ഫ്രെയിമൊക്കെ കാണുന്ന രീതിയിൽ ഇപ്പൊ ഫ്രെയിമോ അധികം കാണാത്ത രീതിയിലുള്ള മോഡുലാർ കിച്ചൺ ലെവലിലേക്ക് മാറി. നമ്മള് ഫ്രണ്ട്സ് അലുമിനിയത്തിലേക്ക് വരുമ്പോ നമ്മളിപ്പോ എന്തൊക്കെ ഐറ്റംസ് ആണ് ഒരു വീട്ടിലാണെങ്കിലും എന്തൊക്കെ വർക്കുകളാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്? കൂടുതലായിട്ട് കിച്ചൺ വർക്ക്, കിച്ചൺ, പിന്നെ കബോർഡ് വർക്കുകൾ, അതായത് ലോഫ്റ്റ്, വാൾഡ്രോപ്പ്, ഹാൾ പാർട്ടീഷൻ, TV യൂണിറ്റ്, പിന്നെ വിൻഡോ വർക്ക്, ഡോറുകള്, ബാത്റൂം ഡോറ്, റൂം ഡോർസ് എല്ലാം ഉണ്ട്. എല്ലാം അലുമിനിയം ആണോ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നത്? കൂടുതലും എന്താ അലുമിനിയം മെറ്റീരിയൽ, അലുമിനിയം. പിന്നെ PVC ലാമിനേറ്റ് ഷീറ്റുകളാണെന്ന് വെച്ചാൽ ലാമിനേറ്റ് ഷീറ്റുകളാണ് PVC. അത് 10 വർഷം 15 വർഷമൊക്കെ ഗ്യാരണ്ടി തരുന്ന വർക്കുകളാണ്. നമ്മളിത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിനോട് ഒരു ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ ശരിക്കും? പിന്നെ തീർച്ചയായും പറയാറുണ്ട്. നമുക്ക് ഗ്യാരണ്ടി കിട്ടുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ഒരു കിച്ചണിലേക്ക് വരുമ്പോ ഒരു കിച്ചണില് ശരിക്കും നമ്മൾ ആ ലൊക്കേഷൻ കണ്ടതിന് ശേഷമാണ് നമ്മൾ പ്രൈസ് ടാഗ് ഇടുക ശരിക്കും? ലൊക്കേഷൻ കണ്ടാലാണ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരു പ്രൈസ് ഇടാൻ പറ്റുള്ളൂ. അതായത് അവിടെ എങ്ങനെയാണ്, എങ്ങനത്തെ ഡിസൈനാണ് വേണ്ടത്, ഡിസൈൻ അനുസരിച്ച് നമുക്ക് ചെറിയ ചെറിയ ചേഞ്ചുകൾ വരാം. നമ്മൾ ഓരോ കവറിങ്, ഓരോ മോഡലിലെ ഡിസൈൻ അനുസരിച്ച് ചേഞ്ച് വരും. കറക്റ്റായിട്ടൊരു പ്രൈസ് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ കഴിയില്ല. സൈറ്റ് കണ്ടതിന് ശേഷമാണ് കൃത്യമായിട്ട് അറിയിക്കാൻ പറ്റും എന്തായാലും. നമ്മൾ ഈ കസ്റ്റമേഴ്സിന് ഇതിന്റെ ഒരു ഡിസൈനുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്? ശരി, കസ്റ്റമേഴ്സ് ആണോ സാറിന്റേതായ കാറ്റലോഗ് ആണ് കണക്ക് കൊടുക്കുന്നത്? ഇല്ല, കസ്റ്റമേഴ്സിന് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അവർക്ക് ഏത് രീതിയിലാണ് വേണ്ടതെങ്കിൽ അവർ ഡിസൈൻ ചെയ്താൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയുന്നില്ല, നമ്മുടെ അടുത്ത് ഒരുപാട് മോഡലുണ്ട്, അത് നമുക്ക് കാണിച്ചു കൊടുത്ത് ചെയ്യാവുന്നതാണ്. അവർക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാം. കിച്ചണിലേക്ക് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ മോഡേണൈസ്ഡ് കിച്ചണുകൾ, കുറെ ഐറ്റംസ്, അതിൽ എക്സ്ട്രാ ഫിക്സിങ്, കുറെ വിദേശ രാജ്യങ്ങളിലെ പോലുള്ള സംഭവങ്ങൾ ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റാറുണ്ടോ? ചെയ്യാൻ പറ്റുമല്ലോ, എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോ നമ്മളൊരു വീട്ടിലേക്ക് ഒരു പുതിയൊരു വീട് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ വർക്കുകളാണ് നിങ്ങളുടെ ഇന്റീരിയൽ വർക്കുകൾ എന്തൊക്കെയാണ് ചെയ്യാൻ ആവശ്യം വരിക ശരി? ഏകദേശം മൊത്തം വരും. അതായത് ഇപ്പൊ നമ്മളെ ലോഫ്റ്റ്, അതായത് മുകളിലുള്ള സംഭവം വാൾ ടോപ്പ് പറയും, അത്, കബോർഡ്, ഇതെല്ലാം നമ്മുടെ വർക്കായിട്ട് വരുന്നത്. പിന്നെ വിൻഡോസ് ആണെങ്കിലും നമ്മുടെ വർക്കിൽ വരുന്നുണ്ട്. കിച്ചൺ, ഹാൾ പാർട്ടീഷൻ, TV യൂണിറ്റ്, ഒരു വീടിനകത്തുള്ള 50% മാർക്ക് നമ്മുടെ തന്നെ ആയിരിക്കും. അത് മിക്കവാറും ബാത്റൂം ഡോറ് ഒന്നും വേറെ ഒന്നിലും അധികം സേഫ് അല്ല. മരം എന്തായാലും പറ്റാത്ത സാധനമാണ്. അതൊക്കെ കൂടുതൽ കംപ്ലൈന്റ് വരുന്നതല്ലേ മരങ്ങളൊക്കെ. ബാത്റൂം ഡോർ ആയാലും PVC ഡോറാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുക. കംപ്ലൈന്റ് ഇല്ല, അതുകൊണ്ട്. ഇപ്പൊ സാറ് തുടങ്ങിയ കാലഘട്ടം പോലെ ഇപ്പൊ ഇതിന് കൂടുതൽ വർക്കിന് ഒരുപാട് സാധ്യത കൂടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് സാധ്യത കൂടിയുണ്ട്. ഇപ്പൊ ആൾക്കാര് കൂടുതൽ നല്ല മോഡലുകൾ കാണാനും അറിയാനും തുടങ്ങി. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലതായ സെലക്ഷൻ ഉണ്ട്, പുതിയതായ ഡിസൈനും കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഈ അതിൽ മാത്രമേ കൂടുതൽ അങ്ങനെ വരുന്നുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്കായിട്ട്, അതായത് ഒരു വർഷത്തിൽ തന്നെ മോഡലുകൾ മാറി മാറി വരികയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ മോഡലല്ല ഈ വർഷം ഉണ്ടായിരിക്കുക. ഒരുപാട് ചേഞ്ച് വന്നു. നല്ല മെറ്റീരിയൽ ആയാലും മോഡൽ, മറ്റേ വർക്ക് ഡിസൈനിങ് ആയാലും. നമ്മള് ശരിക്കും ഇതില് വർക്കിന് കസ്റ്റമേഴ്സിന്റെ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഡയറക്റ്റ് കസ്റ്റമർ ആണോ അതോ എഞ്ചിനീയേഴ്സ് ആണോ? അങ്ങനെ സാറിലേക്ക് വർക്ക് എങ്ങനെയാണ് എത്തുന്നത് ശരിക്കും? നമുക്ക് കൂടുതലും ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ആണ്. എഞ്ചിനീയർ അല്ല, എഞ്ചിനീയർ വർക്ക് ഉണ്ട്, ചെയ്യാറുണ്ട്. കൂടുതലായിട്ടുള്ള നമ്മളെ നേരിട്ട് നമ്മളെ വർക്ക് വരുന്ന സൈറ്റിൽ കണ്ടിട്ട് അവിടെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന കുറെ രീതികളാണ് കൂടുതലായിട്ടുള്ളത്. ശരിക്കും എല്ലാവർക്കും ഒരു വിചാരമുണ്ട് ശരിക്കും അലുമിനിയം എന്ന് പറയുമ്പോൾ ഒരു പ്രൈസ് കൂടുതലാണ്, അങ്ങനെ ശരിക്കും ഉണ്ടാ? ശരിക്കും പൈസ കൂടുതലൊന്നല്ല, അത് വെറുതെ തോന്നുന്നതാ. ഇപ്പൊ ബാക്കി എന്തെങ്കിലും ഇപ്പൊ ഇന്ത്യയിൽ ഇത് ചെയ്യുകയാണെങ്കിലും ഫ്ലൈവുഡ് കൊണ്ട് ചെയ്യുകയാണെന്ന് വെച്ചാലും അതിൽ ഈ അലുമിനിയത്തിനൊക്കെ കൂടുതൽ പൈസ അതിനായിരിക്കും വരികയെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഈ വർക്കാണെങ്കിൽ പിന്നെ കംപ്ലൈന്റ് ഇല്ല, അത് തന്നെയാണ് ഏറ്റവും വലുത്. ബാക്കിയെല്ലാം മരമായ എന്തായാലും ചേർത്തിട്ട് അതിന് കംപ്ലൈന്റ് വരും. പിന്നെ അതിൽ പൊടിയൊക്കെ ഇട്ട് ഒരു പൊടി പ്രശ്നമൊക്കെ വരുന്നുണ്ടല്ലോ, ഫംഗസിന്റെ അങ്ങനെയൊക്കെ. ആ ഒരു കംപ്ലൈന്റ് അലുമിനിയത്തിന് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, 10 വർഷം കമ്പനി തന്നെ നമുക്ക് തരുന്ന ഗ്യാരണ്ടികളാണ് ഈ സാധനത്തൊക്കെ ഉള്ളത്. അപ്പൊ അതിനുള്ളൊരു ഇഞ്ചസ് ആയാലും അതിന് വരെ ഗ്യാരണ്ടി ഉണ്ട്, ഷീറ്റുകൾക്ക് ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ എന്തായാലും ആ ഒരു വർഷം വരെ അത്രയും കാലം ഇവർക്ക് സേഫ് തന്നെയാണല്ലോ. പിന്നെ അവർക്ക് ഈ മോഡൽ ഒന്നും വേണ്ട, വേറെ പുതിയൊരു മോഡലേക്ക് അവർ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും പഴയ അലുമിനിയം ആണെങ്കിലും തൂക്കി വിറ്റാലും ഇന്ന് പൈസയാണ്. ഒരു കിലോയ്ക്ക് 300 രൂപയോളം വില ഉണ്ട്, സ്ക്രാപ്പ് ലെവലായാലും. ഒരിക്കലും പൈസ കൂടുതലല്ല, ലോസല്ല. എന്തായാലും നമ്മള് വർക്കുകള് സാറ് കൂടുതൽ ചെറുപ്പശ്ശേരി മാത്രമാണോ ഫോക്കസ് ചെയ്തിട്ടുള്ളത്,
എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വർക്കുകൾ? അല്ല, ഞാൻ കേരളത്തിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം വരെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ കേരളത്തിനുള്ളിൽ തന്നെ. പിന്നെ നമുക്ക് തന്നെ പുറത്ത് ഇപ്പൊ ഒരു ഷോപ്പ് ഉണ്ട്, ഒന്ന് ഓപ്പൺ ആക്കി എന്ന് പറഞ്ഞില്ലേ, അത് കർണാടക സൈഡിലായിട്ടാണ്. കർണാടക മറ്റേ ഗോവ മഹാരാഷ്ട്ര ബോർഡറായിട്ട് ഗദഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇതേ ഒരു ഷോപ്പ് ഉണ്ട്. ഇതെല്ലാം ഇതിനേക്കാളും കുറച്ച് വലിയ ഷോപ്പായിട്ട് അവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ എന്തൊക്കെ ഇതേ സെയിം വർക്കുകൾ തന്നെയാണ് ഫോക്കസ്? ഇതേ സെയിം വർക്കാണ്. പിന്നെ കുറച്ച് ഗ്ലാസ് പാർട്ടീഷൻ കുറച്ച് എക്സ്ട്രാ ഉണ്ട് അവിടെ, അതായത് മോഡൽ ഗ്ലാസ് പാർട്ടീഷൻ അങ്ങനത്തെ കുറച്ച് വർക്കുകളൊക്കെ എക്സ്ട്രാ ഉണ്ട് അവിടെ. ഓഫീസ് വർക്കുകൾ കൂടുതൽ ആ ഭാഗത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മളെ ഇവിടത്തേക്കാൾ കൂടുതൽ. കോമ്പറ്റീഷൻ അങ്ങനെയൊന്നുമില്ല, അത് ഓരോ ആൾക്കാരും ഇതിനനുസരിച്ച് വരുന്നതല്ലേ. നമുക്ക് കിട്ടുന്ന വർക്കുകൾ നമ്മുടേതായ, എല്ലാവർക്കും വർക്കിന്റെ അതിൻ്റെതായ ഒരു ശൈലികളുണ്ടാവും. അതുകൊണ്ട് കോമ്പറ്റീഷൻ എന്ന് പറയാൻ മാത്രമൊന്നും നമ്മളെ അത് ബാധിച്ചിട്ടില്ല ഇവിടെ കാര്യമായിട്ട്. നമ്മുടെ വർക്കിന്റെ ഒരു പെർഫെക്റ്റ് ആണ് കസ്റ്റമർ. നമ്മൾ കറക്റ്റ് ടൈമിങ്ങിൽ വർക്ക് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ ക്വാളിറ്റിയോടെ വർക്ക് ചെയ്യുന്നത്. അത് തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് വർക്കിന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല ഇവിടെ. നമ്മളിപ്പോ എന്ത് ചെറിയ വർക്കാണെങ്കിലും അറ്റൻഡ് ചെയ്യാറുണ്ടോ? ഓ പിന്നെ എല്ലാ വർക്കും അറ്റൻഡ് ചെയ്യും. ഇപ്പൊ എന്ന് തന്നെ പറഞ്ഞില്ലേ, ചെറിയ ബാത്റൂം ഡോറാണ്. പക്ഷെ ബാത്റൂം ഡോർ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മളതിനെ കളയേണ്ട ആവശ്യമില്ല. കാരണം അവരത്രയും അത്യാവശ്യമായിട്ട് നാളെ ഇവിടത്തെ പൂരായിട്ട് എമർജൻസി അർജന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മൾ അതാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ചെയ്യാതിരിക്കില്ല, ചെയ്ത് കൊടുക്കും വിളിച്ചു കഴിഞ്ഞാൽ. സാറിന്റെ സപ്പോർട്ടീവ് ആയിട്ട് ഇപ്പൊ എത്ര പേരുള്ളത്? അവരുടെ സപ്പോർട്ട് എത്രത്തോളം ഉള്ളത്? നല്ല സപ്പോർട്ടിങ് ആണ്. എത്ര പേരെ വർക്ക് ചെയ്യുന്നപ്പോ? ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 4 പേരായിട്ട് ടോട്ടലായിട്ട്. ഡ്രീം എന്താ, ഒരു ലക്ഷ്യം എന്താ, ഒരു വിഷൻ എന്താ ശരിക്കും അടുത്തത്? അല്ല, നമുക്ക് ഈ വർക്ക് തന്നെ കൂടുതലായിട്ട് നല്ല രീതിക്ക് ചെയ്ത് മുന്നോട്ട് പോകണം എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഈ വർക്ക് തന്നെ ഏറ്റവും നല്ല രീതിക്ക് തന്നെ പിന്നെ ഒന്നുകൂടി ഡെവലപ്പായി കൊണ്ടുവന്ന് നല്ല രീതിക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇതില് ഒരുപാട് മെറ്റീരിയലുകൾ ഡേ ബൈ ഓരോ വർഷമാണെങ്കിലും മാസമാണെങ്കിലും ഇറങ്ങാറുണ്ട്. അതൊക്കെ ഇട്ടിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ശരിക്കും? പിന്നെ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ മോഡൽ മെറ്റീരിയൽ വരുമ്പോൾ അതിൽ കൂടുതലായിട്ട് നല്ല രീതിക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണിത്. അപ്പോഴല്ലേ നമ്മുടെ വർക്കിന് മോഡലുകൾ മാറുള്ളൂ. പഴയ ഇപ്പൊ കഴിഞ്ഞ വർഷം ആരോ ചെയ്തു പോയ ഒരു മോഡൽ നമ്മൾ അതേപോലെ ചെയ്തിട്ട് വലിയ കാര്യമില്ല. പുതിയ മെറ്റീരിയൽ വരുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അറിയുക, അത് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുക നല്ല രീതിക്ക്. നമ്മളോട് കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഇതില് ഇപ്പോ ഈ അകത്തുള്ള ഇന്ത്യയിൽ വർക്കിലാണെങ്കിലും ലൈറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്തിരിക്കാണ് ചെയ്യാറ്? അത് നമ്മൾ അതിനനുസരിച്ച് എങ്ങനെ വേണ്ടിച്ചെങ്കിൽ അത് നമ്മൾ തന്നെ ചെയ്യുക. ചില കസ്റ്റമേഴ്സ് അത് ഫോട്ടോസോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവര് കണ്ടിട്ട് അങ്ങനെ കാണിച്ചു തരും. അപ്പൊ അതിനനുസരിച്ച് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഏത് രീതിക്ക് വേണ്ടത് നമ്മൾ തന്നെ കറക്റ്റായിട്ട് വരച്ചിട്ടുമായിട്ട് അവർ കാണിച്ചു കൊടുക്കും, ഇങ്ങനെ മതിയില്ല എന്നുണ്ട്. അപ്പൊ അവർക്ക് അത് ഇഷ്ടാവും, അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. സാറിന്റെ ഫാമിലിക്ക് വരുമ്പോ ഫാമിലിയിൽ ആരൊക്കെ ഉള്ളത്? ഫാമിലി അച്ഛൻ, അമ്മ, ഏട്ടൻ, അങ്ങനെ ചേച്ചി. നമ്മുടെ ഈ അഡ്രസ് ഒന്നുകൂടി പറയാം സാറിന്റെ? ഇത് ചളവറ ഹൈസ്കൂളിൽ എവിടെയാണ്? ചെർപ്പശ്ശേരി ചളവറ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൊട്ടടുത്തായിട്ട്.